ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനോട് കോമ്പീറ്റ് ചെയ്യാനായി Xiaomi പുറത്തിറക്കിയ പോക്കോ ബ്രാൻഡിൽ തന്നെ വരുന്ന പോക്കോ M2 Proയുടെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹലോ, ഞാൻ ദിജിൽ. വെൽക്കം ടു വാട്സിൻ. 2020 ജൂലൈ 7 ലോഞ്ച് ചെയ്ത പോക്കോ M2 Pro ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. റെഡ്മി നോട്ട് 9 പ്രോയുടെ ഒരു റീബ്രാൻഡഡ് വേർഷനാണ് പോക്കോ M2 Pro. റെഡ്മി ഫോണുകളെ പോലെ തന്നെ പോക്കോ ഫോൺസും അതിന്റെ ക്വാളിറ്റി കൊണ്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. 6.67 ഇഞ്ച് ഡിസ്പ്ലേ നല്ലൊരു വൈഡ് വ്യൂ തന്നെയാണ് തരുന്നത്. 395 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഉണ്ട്. കൂടാതെ ഇതിൽ കൊടുത്തിരിക്കുന്നത് IPS LCD സ്ക്രീനാണ്. IPS LCD സ്ക്രീനാണ് യൂസ് ചെയ്തതെങ്കിലും നല്ലൊരു ഡിസ്പ്ലേ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. 1080x2400 പിക്സൽസ് ആണ് ഇതിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. ഇതിൽ ട്രിപ്പിൾ ലെയർ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഉണ്ട്. മൾട്ടി ടച്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നാനോ സിം സൈസ് ആണ് 2 സിം കാർഡ്സിന് വരുന്ന സ്ലോട്ട് സൈസ്. കൂടാതെ ഒരു ഡെഡിക്കേറ്റഡ് മൈക്രോ SD സ്ലോട്ട് കൂടി ഇതിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10ലും MIUI 11ലുമാണ് ഈ ഫോൺ റൺ ചെയ്യുന്നത്. സ്നാപ്ഡ്രാഗൺ 720Gയിൽ റൺ ചെയ്യുന്ന ഈ ഫോൺ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. നല്ലൊരു ബാറ്ററി എഫിഷ്യന്റ് പ്രൊസസർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 720G. ഗ്രാഫിക് പ്രൊസസറായ Adreno 618 ഫോണിന് നല്ല ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. 4GB 6GB റാം വേരിയൻസിലും ഇന്റേണൽ മെമ്മറി 64ഉം 120GB മോഡൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. UFS 2.1 ടൈപ്പ് സ്റ്റോറേജ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളും ബെറ്റർ ആയ 3.0 അതിൽ യൂസ് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. 5000 mAh നോൺ റിമൂവബിൾ ലിപ്പോ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. 0 to 90 ചാർജ് ആവാൻ 1 മണിക്കൂറും അതിനുശേഷം ചാർജിങ് കുറച്ച് സ്ലോ ആവുന്നുണ്ട്. ഇതിന്റെ ബോക്സിന്റെ കൂടെ തന്നെ വരുന്ന 33 വാട്ട് ഫാസ്റ്റ് ചാർജർ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് തരുന്നത്. ഹെവി യൂസേഴ്സിന് 1 ദിവസവും നോർമൽ യൂസേഴ്സിന് 2 ദിവസവും ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇതിലൊരു കോഡ് ക്യാമറ സെറ്റപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 48 MB വൈഡ് ലെൻസും 8 MB അൾട്രാ വൈഡ് ലെൻസും 5 MB മാക്രോ ലെൻസും 2 MB ഡെപ്ത് ലെൻസുമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 16 MP പഞ്ച് ഹോൾ ടൈപ്പ് ക്യാമറയാണ് ഇതിൽ സെൽഫി ക്യാമറയായി കൊടുത്തിട്ടുള്ളത്. ഫുജിഫിലിം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ISO സെൽ പ്ലസ് സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 4K വീഡിയോ റെക്കോർഡിങ്ങും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാപ്ചർ ചെയ്ത ഫോട്ടോസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ക്യാമറയുടെ ഡേ ലൈറ്റ് പെർഫോമൻസ് നല്ലതാണെങ്കിലും ലോ ലൈറ്റിൽ കുറച്ച് നിരാശപ്പെടുത്തുന്നുണ്ട്. USB Type-C പോർട്ടാണ് ചാർജിംഗ് പോർട്ടായി വരുന്നത്. ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സിനുള്ള ഔട്ട്പുട്ട് ഒരു ഡീസന്റ് ഔട്ട്പുട്ട് തന്നെയാണ്. കൂടാതെ 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.0 ടെക്നോളജിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 5.0യുടെ പവർ റിക്വയർമെന്റ് കുറവായതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടും. ഇതിൽ മിമോ ടെക്നോളജിയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. മിമോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ലാഗ് ഇല്ലാതെ കളിക്കാനാവും. സ്പ്ലാഷ് പ്രൂഫ് ബോഡി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തുള്ളികളൊന്നും ആയാലും കുഴപ്പം വരില്ല.
ഇതിലൊരു IR ബ്ലാസ്റ്ററും കൂടി കൊടുത്തിട്ടുണ്ട്. ഡുവൽ വോയിസ് ഓവർ LTEയുടെ കൂടെ വോയിസ് ഓവർ വൈഫൈ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം വെയിറ്റ് തോന്നിക്കുന്ന മോഡലുമാണിത്. ഇതിൽ കൊടുത്തിട്ടുള്ള സെറ്റ് ഷോക്കർ വൈബ്രേഷൻ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് സൈഡിലാണ്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം നമുക്ക്. അത്യാവശ്യം ക്വിക്കായിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെയാണ് ഇതിൻ്റെത്. ഡിസൈൻ വൈസ് വലിയൊരു പുതുമയൊന്നും തോന്നാനില്ലെങ്കിലും അത്യാവശ്യം കൊള്ളാമെന്ന് പറയാം. ഇതിൽ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് 60 Hz മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റീഫ്രഷ് റേറ്റ് കുറച്ചും കൂടി കൂട്ടി കൊടുത്തിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇതിന്റെ വോളിയം ബട്ടൺ വരുന്നത് കുറച്ച് മുകളിലോട്ടായിട്ടാണ്, അതുകൊണ്ട് തന്നെ ആക്സസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള പൊസിഷനിലാണ് ഉള്ളത്. ഈ ഫോൺ 2020 ഇറങ്ങിയതെങ്കിലും 5G സപ്പോർട്ട് ചെയ്യാത്തത് ഒരു ചെറിയ പോരായ്മയായി തുടരുന്നു. 3 കളർ വേരിയന്റിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട് ഓഫ് ബ്ലൂ, ഗ്രീൻ ആൻഡ് ഗ്രീനർ, 2 ഷെയ്ഡ്സ് ഓഫ് ബ്ലാക്ക്. 3 കളർ വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നതെങ്കിലും ബെറ്ററായി തോന്നിയത് ബ്ലാക്ക് ആണ്. ഗെയിമിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഫോൺ ഒരു പെർഫെക്റ്റ് ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ക്യാമറ ക്വാളിറ്റിയും ബാറ്ററി ബാക്കപ്പും അത്യാവശ്യം പവർഫുൾ ആയ പ്രൊസസ്സറും കൂടിയ ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പോക്കോ M2 Pro നിങ്ങൾക്ക് പറ്റിയ ഒരു ഫോൺ തന്നെയാണ്. നിങ്ങൾ ഈ ഫോൺ വാങ്ങുകയാണെങ്കിൽ കഴിവതും ഹൈ എൻഡ് വെർഷൻ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്.